പറശ്ശിനി സ്റ്റേഷന് കീഴിൽ സർവീസ് നടത്താനൊരുങ്ങി ഏറ്റവും മികച്ച സുരക്ഷ ഉറപ്പാക്കുന്ന കാറ്റമറൈൻ ബോട്ടുകൾ. ഡബിൾ എഞ്ചിനോടുകൂടി 14 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ബോട്ടിന്റെ സർവീസ് ഉദ്ഘാടനം 13-ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിക്കും. പറശ്ശിനിക്കടവ് അഴീക്കൽ റൂട്ടിൽ സർവീസ് നടത്താനൊരുങ്ങുകയാണ് കാറ്റമറൈൻ ബോട്ടുകൾ. ജലഗതാഗതം കാര്യക്ഷമമാക്കുന്നതിനൊപ്പം പാസഞ്ചർ കം ടൂറിസം എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ബോട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് 4 ദിവസം നീണ്ട കടൽയാത്രയിലൂടെയാണ് ബോട്ടുകൾ അഴീക്കലിലെത്തിയത്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കാഴ്ചകൾ കാണാനും യാത്ര ചെയ്യാനുമുള്ള സൗകര്യമാണ് ബോട്ടുകളിലൂടെ ലഭ്യമാക്കുന്നത്. രാവിലെ 6:30 മുതൽ രാത്രി 7:30 വരെയാണ് സർവീസ്. 9:30-ന് പറശ്ശിനിക്കടവിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് വളവട്ടണം, അഴീക്കൽ, മാട്ടൂൽ തിരിച്ച് 1 മണിക്ക് തിരിച്ചെത്തും. 1.5 മണിക്കൂർ യാത്രയ്ക്ക് 60 രൂപയാണ് ഈടാക്കുന്നത്. ഉച്ചയ്ക്ക് 2-ന് പറശ്ശിനിക്കടവ് മുതൽ വളവട്ടണം വരെയുള്ള സർവീസിന് 40 രൂപയുമാണ് ചാർജ്. 100 യാത്രക്കാർക്ക് ബോട്ടിൽ കയറാനാകും. മുന്നിലും പിറകിലും ഡക്കിലും കയറി യാത്രക്കാർക്ക് കാഴ്ചകൾ കാണാം. എല്ലാ ഭാഗത്തും ഗ്ലാസ് ജനലുകൾ ഉള്ളതിനാൽ അകത്തിരുന്നാലും ദൃശ്യഭംഗി ആസ്വദിക്കാൻ സാധിക്കും. ഡബിൾ എഞ്ചിൻ പവർ ഉള്ളതിനാൽ പൂർണ്ണ സുരക്ഷാ യാത്ര ഒരുക്കാനാകും. തളിപ്പറമ്പ് എം.എൽ.എ. എം.വി. ഗോവിന്ദന്റെയും അഴീക്കോട് എം.എൽ.എ. വി. സുമേഷിന്റെയും കല്യാശ്ശേരി എം.എൽ.എ. എം. വിജിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ടൂറിസത്തിന് പുത്തൻ ഉണർവേകുന്ന ബോട്ടുകൾ സർവീസ് നടത്താനൊരുങ്ങുന്നത്. 2 ബോട്ടുകളുടെയും സർവീസ് ഉദ്ഘാടനം ഒക്ടോബർ 13-ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിക്കും. കൂടാതെ എം.വി. ഗോവിന്ദൻ എം.എൽ.എയുടെ വികസന ഫണ്ടിലൂടെ അംഗീകാരം നൽകിയ പദ്ധതികളായ പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനൽ വിപുലീകരണം, പറശ്ശിനി ബസ് സ്റ്റാൻഡ് മുതൽ പാലം വരെ സൗന്ദര്യവൽക്കരണം, പറശ്ശിനിപ്പുഴയുടെ തീരസംരക്ഷണം എന്നീ പ്രവർത്തികളുടെ ഉദ്ഘാടനവും നടക്കും. ബോട്ടിൻ്റെ കാറ്റമറൈൻ ബോട്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി ഇത് ഡബിൾ ഹൾ ബോട്ടാണ്. ഡബിൾ ഹൾ ബോട്ട് അതുപോലെ തന്നെ ഡബിൾ എഞ്ചിനും ഉണ്ട്. അതുകൂടെ അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഡബിൾ എഞ്ചിനാണ്. ഡബിൾ ഹള്ളിൽ എന്ന് വെച്ചാൽ ഓരോ ഹള്ളും 5 അറകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അറയിൽ തന്നെ വെള്ളം കയറിയാൽ അത് അപ്പോൾ തന്നെ സെൻസർ വെച്ച് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. സെൻസർ അലാറം വരും. അത് അതിൻ്റെ റെമഡീസ് അപ്പോൾ തന്നെ അതിന് വേണ്ട പരിഹാരം എടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ബോട്ട് ഒരു ചെരിയാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ പറയാം. യാത്രക്കാർ ഇപ്പോൾ 100 പേരാണ് ഇതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി. ഈ 100 പേരും ഒരേ സമയം ചിലപ്പോൾ ഒരു സൈഡിലേക്ക് വന്നാൽ പോലും ബോട്ട് ചെരിയില്ല. അത്രയും സ്റ്റെബിലിറ്റി കൂടുതലുള്ള രീതിയിലാണ് ഈ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ ബോട്ടിൻ്റെ പ്രധാന പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.